എല്ലാ കാലത്തും ലോകത്തിൻ്റെ ശ്രദ്ധ നേടുന്ന ഒരു വ്യക്തിയാണ് ഉത്തര കൊറിയൻ നേതാവായ കിം ജോങ് ഉൻ. ഇപ്പോൾ അദ്ദേഹം രാജ്യത്ത് ചില വാക്കുകളൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. ഹാംബർഗർ, ഐസ്ക്രീം, കരോക്കെ എന്നീ വാക്കുകൾക്കെല്ലാം ഉത്തര കൊറിയയിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് കിം ജോങ് ഉൻ. ഇത്തരം പാശ്ചാത്യ വാക്കുകളുടെ ഉപയോഗം രാജ്യത്തെ സാംസ്കാരിക അധപ്പതനത്തിലേക്ക് നയിച്ചെന്നാണ് പ്രസിഡന്റിൻ്റെ പുതിയ കണ്ടുപിടുത്തം. നിരോധിച്ച വാക്കുകൾക്ക് പകരമായുള്ള വാക്കുകളും അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഐസ്ക്രീം ഇനി മുതൽ എസ്യുകിമോ ആണ്. ഹാംബർഗർ എന്ന വാക്കിന് പകരം ഡാജിൻ ഗോഗി ഗ്യോപാങ് എന്നാണ് പറയേണ്ടത്. പാശ്ചാത്യ വാക്കുകൾ ഒഴിവാക്കി ഉത്തര കൊറിയൻ പദാവലി പ്രോത്സാഹിപ്പിക്കുക, ഭാഷയിലെ സാംസ്കാരിക കടന്നുകയറ്റം തടയുക എന്നിവയൊക്കെയാണ് ഈ പുതിയ നിർദ്ദേശത്തിന് പിന്നിലെ കാരണമായി ഉദ്യോഗസ്ഥർ എടുത്തു പറയുന്നത്. ഉത്തര കൊറിയയിൽ അടുത്തിടെ തുറന്ന വോൺസാൻ ബീച്ച് സൈഡ് റിസോർട്ടിലെ ടൂർ ഗൈഡുകൾ സന്ദർശകരോട് സംസാരിക്കുമ്പോൾ വിദേശ ദക്ഷിണ കൊറിയൻ പദാവലി ഒഴിവാക്കണമെന്ന നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. അംഗീകൃതമായ പദപ്രയോഗങ്ങൾ മനസ്സിലാക്കാനായി ടൂർ ഗൈഡുകൾ സർക്കാർ നടത്തുന്ന പരിശീലന പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. ഇത്തരം വിചിത്രമായ ഉത്തരവുകൾ ആദ്യമായല്ല കിം ജോങ് ഉൻ ഈ രാജ്യത്ത് കൊണ്ടുവരുന്നത്. വിദേശ സിനിമകളോ ടെലിവിഷൻ ഡ്രാമകളോ കാണുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്നവർക്ക് ഭരണകൂടം വധശിക്ഷ പ്രഖ്യാപിച്ചതായും വാർത്തകളുണ്ടായിരുന്നു. 2015 മുതൽ ഉത്തര കൊറിയയിൽ ശത്രുരാജ്യങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിക്കുന്നത് കുറ്റകരമാക്കുന്ന കർശന നിയമങ്ങളും പാസാക്കിയിട്ടുണ്ട്. ഉത്തര കൊറിയയിലെ ജനങ്ങളെ കൂട്ടിലടച്ച് ഭരിക്കുകയാണ് കിം ജോങ് ഉനെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. 7 പതിറ്റാണ്ടിലേറെയായി അടിച്ചമർത്തലുകൾക്കും ഭയത്തിനും അടിമപ്പെട്ടാണ് കൊറിയൻ ജനത ജീവിക്കുന്നത്. മറ്റൊരു രാജ്യത്തിനും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ് അവിടെയുള്ളത്. ഉത്തര കൊറിയയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറിയ 300-ലധികം പേരുമായി നടത്തിയ അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ UN ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. അടിച്ചമർത്തലിലൂടെ ജനങ്ങളുടെ കണ്ണും കാതുമൊക്കെ അടച്ചു പിടിക്കുകയാണ് അധികാരികൾ ചെയ്യുന്നതെന്നും പരാതികളോ അതൃപ്തികളോ ഒന്നും ഉയർന്നു വരാതിരിക്കാനുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ് ഇതെല്ലാമെന്നും അവിടെ നിന്നും രക്ഷപ്പെട്ട അഭയാർത്ഥികൾ പറഞ്ഞിരുന്നു. കോവിഡ് കാലത്തെ നിയന്ത്രണങ്ങൾക്ക് ശേഷം വധശിക്ഷകൾ വർദ്ധിച്ചുവെന്നും UN മനുഷ്യാവകാശ ഓഫീസിലെ ഉത്തര കൊറിയൻ വിഭാഗം മേധാവി ജെയിംസ് ഹീനൻ പറയുന്നു. ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള പ്രശസ്തമായ ഡ്രാമകൾ ഉൾപ്പെടെയുള്ള വിദേശ TV പരമ്പരകൾ വിതരണം ചെയ്യുന്നതിന് പുതിയ നിയമങ്ങൾ അനുസരിച്ച് ഉത്തര കൊറിയയിൽ വധശിക്ഷ ലഭിച്ചേക്കാം. ഇത്തരത്തിൽ എത്ര പേർക്ക് വധശിക്ഷ നടപ്പാക്കിയെന്നതിനെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കൽക്കരി ഖനനം, നിർമ്മാണം തുടങ്ങിയ കഠിനമായ മേഖലകളിൽ കുട്ടികളെ ഷോക്ക് ബ്രിഗേഡുകൾ എന്ന പേരിൽ നിർബന്ധിതമായി പണിയെടുപ്പിക്കുന്നുണ്ടെന്നും ഹീനൻ റിപ്പോർട്ട് ചെയ്തു. ഇവരിൽ അധികം പേരും സമൂഹത്തിൻ്റെ താഴെ തട്ടുള്ളവരാണ്. കാരണം അവർക്ക് കൈക്കൂലി കൊടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടാനും കഴിയില്ല. കൂടാതെ ഈ ഷോക്ക് ബ്രിഗേഡുകൾക്ക് അപകടകരവും ദുഷ്കരവുമായ ജോലികളാണ് പലപ്പോഴും ചെയ്യേണ്ടി വരുന്നത്. അത്തരത്തിൽ നിർബന്ധിത തൊഴിൽ ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ അടിമത്തത്തിന് തുല്യമായി കണക്കാക്കുമെന്നും ഇത് മാനവികതയ്ക്ക് എതിരായ കുറ്റകൃത്യമായിരിക്കുമെന്നും കഴിഞ്ഞ വർഷം UN പറഞ്ഞിരുന്നു. ബലാത്സംഗം, പീഡനം, വധശിക്ഷ എന്നീ കാരണങ്ങളാൽ 80,000-നും 1,20,000-നും ഇടയിൽ ആളുകളെയാണ് ജയിലിൽ ഇട്ടിരിക്കുന്നത്. ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ ഇപ്പോഴത്തെ രീതികൾ തുടരുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ കൂടുതൽ ദുരിതങ്ങൾക്കും ക്രൂരമായ അടിച്ചമർത്തലുകൾക്കും വിധേയരാകുമെന്ന് UN മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടർക്കും പറയുന്നുണ്ട്. താമസിയാതെ അവിടുത്തെ ജയിലുകൾ നിറഞ്ഞ് കവിയുമെന്നും ആ തിരക്ക് ഒഴിവാക്കാൻ കൂട്ടക്കൊലകൾ തന്നെ ഭരണകൂടം നടത്തുമെന്നും UN ആശങ്കപ്പെടുകയും ചെയ്യുന്നുണ്ട്.